ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദി വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു നാടൻ വിഭവമാണ്, ഒരു നാടൻ പലഹാരം എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ നമ്മളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന പലഹാരമായിരിക്കാം, വീടുകളിൽ പല വീട്ടമ്മമാരും ഉണ്ടാക്കുന്നതായിരിക്കാം. എങ്കിലും നമ്മൾ മാജിക് അവനിലൂടെ ഇതുവരെ ഈ പലഹാരം ഇങ്ങനെ തയ്യാറാക്കി കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ നാടനായിട്ടുള്ള ഈ പലഹാരം നമ്മൾ കാണിക്കുന്നു. ഇതെന്താണെന്നല്ലേ, ഇതാണ് ഉള്ളിവട. അപ്പോൾ വടകൾ തന്നെ പലതരമാണ് അല്ലേ, പരിപ്പ് വട, ഉഴുന്നുവട. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും എപ്പോഴും പറയുന്ന ഉഴുന്നുവട, പരിപ്പ് വട അങ്ങനെ പോകും. പക്ഷെ അതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട് ഉള്ളിവട എന്നുള്ള ഈ ഒരു വടയ്ക്കും സ്ഥാനം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധാരണ ഇപ്പോൾ ഒരു തട്ടുകടയിൽ പോയാലും നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഉള്ളിവട. ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ വട ഐറ്റംസ് ഇങ്ങനത്തെ സ്നാക്സ് എല്ലാം ചൂടായിട്ട് കഴിക്കുന്നതാണ് സന്തോഷം. അപ്പോൾ ലൈവ് കിച്ചൺ അല്ലെങ്കിൽ ലൈവായിട്ട്, അതാണ് ഈ തട്ടുകടയുടെ പ്രത്യേകത. അപ്പോൾ റോഡ് സൈഡ് കടകളിലൊക്കെ കിട്ടുമ്പോൾ അപ്പോഴെല്ലാം ഉണ്ടാക്കുന്നത് ചൂടായിട്ട് ഉണ്ടാക്കിയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ആൾക്കാരത് ഒരു എന്താ പറയുക, ചായയുടെ കൂടെ ഒരു കടിയായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുമുണ്ട്. എന്തായാലും വീട്ടിൽ നമുക്ക് വീട്ടമ്മമാർക്ക് ഒരു പക്ഷേ പുറത്തുപോയി വാങ്ങാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ ചൂടായിട്ട് പലഹാരം ഉണ്ടാക്കി കഴിക്കാമല്ലോ അല്ലേ. കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കാം, ഗൃഹനാഥനും ഉണ്ടാക്കി കൊടുക്കാം. എന്തായാലും നമ്മുടെ 4 മണി പലഹാരമായ ഉള്ളിവട അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള 4 വലുത് നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത്, മൈദമാവ് 1/2 കപ്പ്, മുളക് പൊടി 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആകാം, സോഡാപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, എണ്ണ വറുക്കാൻ ആവശ്യമായത്. അപ്പോൾ നമ്മുടെ ഉള്ളിവട തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ 4 സവാള, ഒരുവിധം വലിപ്പമുള്ള സവാള ആണെങ്കിൽ 4 എണ്ണം നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ചത് ഞാനൊരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം ഒരല്പം ഉപ്പ് ചേർത്ത്, അതായത് നമ്മുടെ ഈ ഉള്ളിവടയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് അതിനെ ഒന്ന് തിരുമ്മി വയ്ക്കുക. ഇങ്ങനെ നന്നായിട്ടൊന്ന് തിരുമുക. ഇങ്ങനെ ചെയ്യുന്നതിനുള്ള ഗുണം എന്താ വെച്ചാൽ ഉപ്പെല്ലാ ഭാഗത്തേക്കും പോയിട്ട് ഈ ഒരു സവാളയിൽ നിന്നുള്ള ഈർപ്പം പുറത്തേക്ക് വരും. ഒരല്പസമയം മാറ്റി വയ്ക്കണം, നമ്മൾ തിരക്ക് പിടിക്കരുത്. ഇനി ഇതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കും. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് സമയം കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഉള്ളി പാകത്തിന് ഇങ്ങനെ വാടിയിരിക്കുകയാണ്. ഞാൻ ഇച്ചിരി ഉപ്പ് പൊടിയിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി എന്താ പറയുക ഞെകിടിയൊക്കെ വെച്ചിരുന്നതാണ്. ഇപ്പം നോക്കൂ, നല്ല ഒരു ഇതായിട്ട് ഇങ്ങനെ വാടിക്കുഴഞ്ഞിരിക്കുന്നത് നോക്കൂ. അപ്പോൾ ഇനി എന്താ വേണ്ടത്, ഇനിയാണ് ബാക്കി കാര്യങ്ങൾ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇനി 2 കറിവേപ്പില ഇടാം. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഒരല്പം മുളക് പൊടി. ഈ മുളക് പൊടിയുടെ ഉപയോഗം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ എത്ര വേണമെങ്കിലും ആകാം. ഞാനിപ്പോൾ തൽക്കാലം കുറച്ചേ ഇടുന്നുള്ളൂ, ഒരു 1/2 ടീസ്പൂൺ ഇടാം. എന്നിട്ട് വീണ്ടും ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മ. നോക്കൂ, കണ്ടില്ലേ നല്ല സോഫ്റ്റായില്ലേ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, കുറച്ച് സോഡാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർക്കും. 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും അതിനോടൊപ്പം മൈദാമാവ് ഒരു 1/2 കപ്പ് എടുത്ത് വയ്ക്കുക. അതും കൂടി ചേർത്തിട്ടൊന്ന് വീണ്ടും കൈ കൊണ്ടിങ്ങനെ നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഈ സവാളയിലുള്ള വെള്ളം മാത്രം മതിയാകും. അപ്പോൾ 1/2 കപ്പ് മൈദാമാവ് എൻ്റെ സൈഡിലുണ്ട്, ഞാനിങ്ങനെ കുറേശ്ശെ ചേർക്കാം. ഉള്ളിവടയുടെ കാര്യങ്ങൾ ഇവിടെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചെറുതായി അരിഞ്ഞ് വേണമെങ്കിൽ ചേർക്കാം, നിർബന്ധമില്ല. പിന്നെ മുളക് പൊടിയുടെ അളവ് ഇഷ്ടാനുസരണം കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് ഞാൻ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ വളരെ കുറച്ച് മാവ് മാത്രമേ നമ്മൾ ചേർത്തുള്ളൂ. ഇതിപ്പോൾ ഒരു 4 സവാളയ്ക്ക് ഒരു 1/2 കപ്പ് മൈദാമാവ്. ഇനി വറുക്കാൻ ആവശ്യമായ എണ്ണയിൽ മുങ്ങിക്കിടക്കണം. ഇത് വറുത്ത് കോരുവാണല്ലോ, അതിനാവശ്യമുള്ള എണ്ണ ചൂടാകാനായിട്ട് വയ്ക്കാം. ഒരു കുഴിയുള്ള ചീനച്ചട്ടി. ഇപ്പോൾ എണ്ണ നല്ല ചൂടായി കഴിഞ്ഞ് നല്ല തിളയ്ക്കുന്നൊരു ഏതാണ്ടൊരു ആ ഒരു പാകത്തിനായി. ഇപ്പം നമ്മുടെ ഉള്ളിവടയുടെ മിശ്രിതം ഇവിടെ റെഡിയാണ്. ഇനി കൈ ഒരല്പം ഒന്ന് വേണമെങ്കിൽ വെള്ളത്തിൽ നനച്ചിട്ട് ഞാനൊരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഒരു കൈയുടെ സൈസ് അനുസരിച്ചിട്ട് എൻ്റെ ഒരു സ്റ്റൈലിൽ അങ്ങ് എടുക്കുകയാണ്.
ഉള്ളിവട ഉരുട്ടിയിട്ടത് അതിൻ്റെ മൂപ്പ് അനുസരിച്ചിട്ട് കോരിയെടുക്കുക എണ്ണയിൽ നിന്ന്. ഇതിപ്പോൾ ആദ്യം ഇട്ടത് പാകത്തിനായി കഴിഞ്ഞു, ഏതാണ്ട് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ, കുറച്ചുകൂടെ ഡാർക്ക് ആയാലും കുഴപ്പമില്ല, പക്ഷേ ഇരുന്നൊരു മൂക്കലുണ്ടല്ലോ, അതുകൊണ്ട് ഈ ഒരു പാകത്തിന് തന്നെ നമ്മൾ എടുക്കണം. ഇനി അടുത്ത രണ്ടാളിങ്ങനെ റെഡിയായി വരുന്നുണ്ട്, അതും പാകമാകുമ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റും. ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഉള്ളിവടയെല്ലാം തന്നെ വറുത്തെടുക്കാം. ഇനി കുറച്ചുകൂടി ഉണ്ട്. ഇത് ഇച്ചിരി വലിപ്പം കൂട്ടിയാണല്ലോ ഞാൻ ഉരുട്ടിയിട്ടിരിക്കുന്നത്. ഇത് സൈസ് അനുസരിച്ച്, ഇതിപ്പോൾ ഈ സൈസിലെടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 6-7 എണ്ണം കിട്ടും. ഇനി അല്ല ഇച്ചിരി കൂടെ ചെറുതാക്കുകയാണെങ്കിൽ ഒരു 10-12 എണ്ണം വരെ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഇത് വളരെ ചെറുതായിട്ടും ചെയ്യാം, മീഡിയം സൈസ് ചെയ്യാം, വലുതായിട്ട് ചെയ്യാം, നമ്മളുടെ സൗകര്യം പോലെയൊക്കെ ചെയ്യാം. എല്ലാ ഉള്ളിവടയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ സൈസ് ആയതുകൊണ്ട് എനിക്ക് എത്ര കിട്ടി? 3, 4, 5, 6, 7 എണ്ണം. ഇത് ഞാൻ 4 ഇടത്തരം സൈസിലെ ഉള്ളിയാണ്, സവാളയായിരുന്നു എടുത്തത്. അതിൽ ഞാൻ 1/2 കപ്പ് മൈദാമാവ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അങ്ങനെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ നാടൻ പലഹാരമായ ഉള്ളിവട ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ മാജിക് അവനിൽ നമ്മൾ നാടൻ പലഹാരങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ നമ്മുടെ നാടൻ സ്വാദൊന്നും കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് നാടൻ പലഹാരം. പ്രത്യേകിച്ച് പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമാണ് നാടൻ പലഹാരങ്ങളാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ്. എനിക്ക് പരിപ്പ് വട, ഉണ്ണിയപ്പം, നെയ്യപ്പം, പിന്നെന്താ ഉള്ളിവട, ഇതെല്ലാം എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്, പക്ഷേ എപ്പോഴും കഴിക്കരുത്, കാര്യം ഇത് എണ്ണയിൽ വറുത്തെടുക്കുന്ന സാധനങ്ങളല്ല, അപ്പം ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. പക്ഷേ എങ്കിലും ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. എന്തായാലും ഇങ്ങനെയുള്ള പലഹാരങ്ങൾ നമുക്ക് സ്വന്തമാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ